ഏതാണ്ട് 9,000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള നിർമ്മിതികൾ സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങളും ധാന്യപ്പുരകളും വലിയ കുളങ്ങളും റോഡുകളും അടച്ചിട്ട ഓടകളും കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന തൂക്കുകെട്ടുകളും സീലുകളുമെല്ലാം ആ സംസ്കാരത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മളോട് വിളിച്ചോതിയിട്ടുമുണ്ട്. കണ്ടെടുക്കപ്പെട്ട സീലുകളിൽ എനിക്കെല്ലാം വളരെ അത്ഭുതം ജനിപ്പിച്ചത് വളരെ അഡ്വാൻസ്ഡായ യോഗ പൊസിഷനിൽ ശിവൻ നിൽക്കുന്ന പശുപതി മുദ്രയാണെന്ന് പറയാം. കല്ലിൽ കൊത്തിവെച്ച ലിപികളിൽ പോലും അത്ഭുതങ്ങൾ ഒളിപ്പിക്കാൻ ആ സംസ്കാരത്തിന് ഇപ്പോഴും കഴിയുന്നു എന്നതാണ് ആ മഹത്തായ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനിയും ചോദ്യങ്ങളുണ്ട്. എങ്ങനെയായിരുന്നു അവിടങ്ങളിൽ നഗരങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടത്? ആ ജനങ്ങൾ യുദ്ധം ഇഷ്ടപ്പെടാത്ത സമാധാനപ്രിയരായിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ എന്ന പോലെ അടിമയും ഉടമയും രാജാവുമെല്ലാം അവരിലുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെയെല്ലാം തൊഴിൽ? എങ്ങനെയായിരുന്നു ഇവരുടെ മതവിശ്വാസം? 9,000 വർഷങ്ങൾക്ക് മുന്നേ നഗരാസൂത്രണത്തിലും കരകൗശല നിർമ്മാണ കലയിലും വൈദഗ്ധ്യം തെളിയിച്ച ആ ജനത എങ്ങനെയാണ് ഇല്ലാതായത്? എന്താണ് ഇന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ലിപികളിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ? നമസ്കാരം, ഞാൻ അനുരാഗ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണ്. മേൽപ്പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെക്കുറിച്ചാണ്. റിസർച്ച് ആർട്ടിക്കിളുകൾക്കും സയൻസ് ജേർണലുകൾക്കും പുറമെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT പാഠപുസ്തകങ്ങളും നമ്മൾ റെഫർ ചെയ്തിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചാൽ വളരെ സന്തോഷമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ലിപി വായിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് ഏതാണ്ട് 8.5 കോടി രൂപയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ അടുത്ത് പ്രഖ്യാപിച്ചത്. നിലവിലെ പല ദുരൂഹതകളുടെയും ചുരുളഴിക്കാൻ AI ആണ് ഇപ്പോൾ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ AIക്ക് ഇത് പറ്റുമായിരിക്കും, പറ്റില്ലായിരിക്കും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, AI തന്നെയാണ് മനുഷ്യൻ്റെ ഭാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും നല്ല ജോലി കിട്ടാനും ഉള്ള ജോലി പോവാതിരിക്കാനും ജീവിതത്തിൽ വളർച്ച ഉണ്ടാവാനും ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇത്തരത്തിൽ സൗജന്യമായിട്ട് 25-ലധികം AI ടൂളുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുത്ത ലിങ്ക് ചെക്ക് ചെയ്യാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 പേർക്ക് ഈ ഹാൻഡ്സ് ഓൺ AI ട്രെയിനിങ് സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. പിന്നെ പണം കൊടുത്ത് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 4,999 രൂപ വിലമതിക്കുന്ന ബോണസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ടെക് നോൺ ടെക് മേഖലയാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും കോംപ്ലക്സ് എക്സൽ ഡാറ്റകൾ കൈകാര്യം ചെയ്യാനും ബിസിനസ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനും എല്ലാം ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഓർക്കുക, ആദ്യം 1000 പേർക്ക് മാത്രമാണ് ഈ ട്രെയിനിങ് സൗജന്യമായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നോക്കിക്കോളൂ. ബ്രിട്ടീഷ് ആർമിയിൽ ജെയിംസ് ലെവിസ് എന്നു പേരുള്ള ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. യാത്രകളും കോയിൻ കളക്ഷൻസും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോബി. ഈ താല്പര്യങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടി അദ്ദേഹം ആർമിയിലെ ജോലി ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ അവിടെ ഒന്ന് ഒളിച്ചോടി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. 1827 കാര്യമാണ്. പിന്നീട് അദ്ദേഹം മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ ചാൾസ് മേസൺ എന്നൊരു പേര് സ്വീകരിച്ച് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെ പഴയ കോയിൻ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുരാതന സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിക്കുമായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ എക്സ്കവേറ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു ശീലം തന്നെയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായ ഹാരപ്പയിലെത്തി. അവിടെ തൻ്റേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി. അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ കുറിച്ചും വെക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ കണ്ടെത്തിയ പുരാതന അവശിഷ്ടങ്ങളൊക്കെ അലക്സാണ്ടറുടെ കാലത്തെ ഗ്രീക്ക് അധിനിവേശത്തിൻ്റെ ബാക്കി പത്രങ്ങളെന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം നരേറ്റീവ്സ് ഓഫ് വേരിയസ് ജേർണീസ് ഇൻ ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പഞ്ചാബ് എന്ന പേരിൽ തൻ്റെ കണ്ടെത്തലുകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു പുസ്തകവും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. കണ്ണിങ്ഹാം ഇത്തരത്തിൽ പുരാവസ്തു ഗവേഷണത്തോട് അതീവ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. 1853, 56 എന്നീ വർഷങ്ങളിൽ കണ്ണിങ്ഹാം ഹാരപ്പ സന്ദർശിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു സീല് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അന്നത്തെ കാലത്ത് ആർക്കും അത്രയ്ക്കൊന്നും വ്യക്തമായിരുന്നില്ല. ആദ്യമൊക്കെ കണ്ണിങ്ഹാം പുരാതന ലിഖിതങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. 4ാം നൂറ്റാണ്ട് മുതൽ 7ാം നൂറ്റാണ്ട് വരെ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരികൾ എഴുതിയ വിവരണങ്ങളിൽ നിന്നുമാണ് കൂടുതലായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണകൾ അന്നത്തെ കാലത്തുള്ള ചരിത്ര ഗവേഷകർക്കെല്ലാം തന്നെ ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്രം തുടങ്ങുന്നത് ഗംഗാ തീരത്ത് നിന്നാണെന്നും അത് BCE 6ാം നൂറ്റാണ്ട് മുതൽ, അതായത് 2600ഓളം വർഷം മാത്രമേ ഇന്ത്യൻ സംസ്കാരത്തിന് പഴക്കമുള്ളൂ എന്നുമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്ന പൊതുവായ ഒരു ധാരണ. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ കണ്ണിങ്ഹാമിന് സീലുകൾ ഉൾപ്പെടെയുള്ള പുരാതനമായ പല വസ്തുക്കളും ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്നും ലഭിച്ചിട്ടും അതിൻ്റെ പഴക്കം എത്രത്തോളം വരുമെന്ന് നിശ്ചയിക്കാൻ അന്നത്തെ കാലത്ത് സാധിച്ചിരുന്നില്ല. ഈ 2600 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കാം ഇവയുടെ പഴക്കം, അല്ലെങ്കിൽ ഇവയെല്ലാം ഉണ്ടാക്കപ്പെട്ടത് എന്നായിരുന്നു അന്നത്തെ കാലത്ത് നിഗമനത്തിലെത്തിയത്. 1861 കണ്ണിങ്ഹാമിനെ ഡയറക്ടറാക്കിക്കൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയുടെ പുരാതന ചരിത്രം ചികഞ്ഞെടുക്കാനുള്ള നടപടികൾ ബ്രിട്ടീഷുകാർ ആരംഭിച്ചിരുന്നു. 1872-73 കാലഘട്ടത്തിൽ ഹാരപ്പയിൽ കണ്ണിങ്ഹാം ചെറിയ രീതിയിൽ ഖനനങ്ങളെല്ലാം നടത്തി. ആ കണ്ടെത്തലുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് 1875 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അദ്ദേഹം ഒരു റിപ്പോർട്ടും സമർപ്പിക്കുന്നുണ്ട്. അതിന് തൊട്ടു മുൻപേയുള്ള വർഷങ്ങളിൽ, അതായത്
1856 മുതൽക്ക് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ലാഹോറിനും മുൾട്ടാനും ഇടയിലുള്ള റെയിൽവേ പാളങ്ങൾ പണി കഴിപ്പിക്കുന്ന സമയമായിരുന്നു. ഈ പാളങ്ങളുടെ നിർമ്മാണ ചുമതലയുള്ള എഞ്ചിനീയർമാർക്ക് ആ സ്ഥലത്ത് നിന്ന് പഴയ കെട്ടിടത്തിൻ്റെ ധാരാളം ഇഷ്ടികകൾ കിട്ടി. ഇങ്ങനെ സൗജന്യമായിട്ട് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഇഷ്ടികകൾ ലഭിച്ച സന്തോഷത്തിലായിരുന്നു എഞ്ചിനീയർമാരും തൊഴിലാളികളും. അവർ ആ കെട്ടിടത്തിൻ്റെ ഇഷ്ടികകൾ ഉപയോഗിച്ച് റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ഹാരപ്പയിലെ പുരാതന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലാഹോറിനും മുൾട്ടാനും ഇടയിലുള്ള 100 മൈൽ റെയിൽവേ പാളമാണ് അവർ നിർമ്മിച്ചത് എന്നും അതിനാൽ ഹാരപ്പയുടെ വലിയൊരു ഭാഗം അവശിഷ്ടങ്ങളും നഷ്ടമായ രീതിയിലാണ് കണ്ടെത്തിയത് എന്നും കണ്ണിങ്ഹാം ആ റിപ്പോർട്ടിൽ കുറിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും ആദ്യമൊന്നും ഹാരപ്പ അത്രയ്ക്ക് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെന്നൊന്നും ആരും കരുതിയിരുന്നില്ല. പിന്നീട് പക്ഷേ 1920 ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ ഡയാറാം സൻഹി എന്ന ആർക്കിയോളജിസ്റ്റ് ഹാരപ്പയിൽ കൂടുതൽ എക്സ്കവേഷൻസ് നടത്തുകയും ഹാരപ്പ എന്ന സൈറ്റ് വളരെ പുരാതനമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ സമയത്ത് തന്നെ രാഖൽദാസ് ബാനർജി എന്ന മറ്റൊരു ആർക്കിയോളജിസ്റ്റ് മോഹൻജുദാരോ എന്ന സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതുപോലെയുള്ള സീലുകൾ കണ്ടെത്തുകയും ചെയ്തു. മോഹൻജുദാരോയും ഹാരപ്പയും തമ്മിൽ ഏതാണ്ട് 700 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ദൂരമുണ്ട്. ഈ കണ്ടെത്തലുകളിൽ നിന്ന് ഈ രണ്ട് സ്ഥലത്തും പരസ്പര ബന്ധമുള്ള ഒരു പുരാതന സംസ്കാരം നിലനിന്നിരുന്നു എന്ന് ഗവേഷകർക്ക് മനസ്സിലായി. അതിനു മുന്നേ തന്നെ ബ്രിട്ടീഷുകാർ ഇന്നത്തെ ഇറാഖ്, സിറിയ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ട മെസോപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അവിടെ നിന്നും ഹാരപ്പയിലും മോഹൻജുദാരോയിലും കണ്ടെത്തിയ സീലുകൾക്ക് സമാനമായ സീലുകളും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ അത്രത്തോളം പഴക്കമുള്ള മറ്റൊരു സംസ്കാരം ഇവിടെയും നിലനിന്നിരുന്നു എന്ന നിഗമനത്തിലാണ് ഗവേഷകർ എത്തിച്ചേരുന്നത്. ജോൺ മാർഷൽ 1924 ദ ഇല്ലുസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് എന്ന മാഗസിനിൽ ഇങ്ങനെയൊരു പുരാതന സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ ലഭിച്ചു എന്നത് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുവരെ 600 BCE വരെയുള്ള ഇന്ത്യൻ ചരിത്രം മാത്രമേ ഗവേഷകർക്ക് അറിയുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അത്ര മാത്രമേ പഴക്കമുള്ളൂ എന്നായിരുന്നു ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ലോകം കരുതിയിരുന്നത്. എന്നാൽ ഈ കണ്ടെത്തലോടുകൂടി ഇന്ത്യയുടെ ചരിത്രം 3300 BCE വരെയെങ്കിലും, അതായത് 5000 വർഷമെങ്കിലും പഴക്കമുള്ളതാണ് എന്ന് നിർണ്ണയിക്കപ്പെടുകയാണ്. 3300 BCE മുതൽ 2600 BCE വരെയുള്ള കാലഘട്ടത്തെ ഏർലി ഹാരപ്പൻ ഫേസ് എന്നും 2600 മുതൽ 1900 BCE വരെയുള്ളത് മെച്ചൂർ ഹാരപ്പൻ ഫേസ് എന്നും 1900 മുതൽ 1300 BCE വരെയുള്ള കാലഘട്ടം ലേറ്റ് ഹാരപ്പൻ ഫേസ് എന്നും അറിയപ്പെട്ടു. സിന്ധു നദി അഥവാ ഇൻഡസ് നദിയുടെ തീരത്താണ് ഹാരപ്പയും മോഹൻജുദാരോയും സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഗവേഷകർ ഇതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. 2002 ആവുമ്പോഴേക്കും 1000-ലധികം ഇൻഡസ് വാലി സൈറ്റുകൾ കണ്ടെത്താൻ ഗവേഷകർക്ക് പിന്നീട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ അതിൽ 600ഓളം എണ്ണം ഇന്ത്യയിലും 400ഓളം എണ്ണം പാകിസ്ഥാനിലുമാണ്. മോഹൻജുദാരോ, ഹാരപ്പ, കലിബഗാൻ, ലോത്താൽ, ചാൻഹുദാരു, ദൊലാവിയ, ബനാവലി തുടങ്ങിയവയാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗീപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കിയാൽ 1974 മെഹേഗ്ര എന്ന മറ്റൊരു പ്രദേശവും എക്സ്കവേറ്റ് ചെയ്യപ്പെട്ടു. ഈ സൈറ്റിൻ്റെ പഴക്കം ഏകദേശം 900 വർഷത്തോളം വരുമെന്നാണ് കണക്കാക്കിയത്. ഇന്നിത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിലും ഒരു സൈറ്റ് ഉണ്ട്, ബിരാന. മെഹേഗ്രയേക്കാളും പഴക്കമുള്ള ഹാരപ്പൻ സൈറ്റാണ് ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന ബിരാന. ഈ കാലഘട്ടം പ്രീ ഹാരപ്പൻ ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. കൃഷി ആരംഭിച്ച കാലഘട്ടമായിരുന്നു ഇത്. മെഹേഗ്രയിൽ നിന്ന് മൺപാത്രങ്ങൾ, മൃഗപരിപാലനം, ആഭരണങ്ങൾ, ചെറിയ വീടുകൾ എന്നിവയുടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് പിന്നീട് ഹാരപ്പ, മോഹൻജുദാരോ പോലുള്ള വലിയ നഗരങ്ങൾ ഉയർന്നു വന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള പ്രധാനപ്പെട്ട 4 സംസ്കാരങ്ങളാണുള്ളത്. ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, പിന്നെ സിന്ധു നദീതട സംസ്കാരം. ഇതിൽ മെസോപ്പൊട്ടോമിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും കൂട്ടിച്ചേർത്താൽ എത്രത്തോളം പ്രദേശങ്ങൾ വരുമോ അത്രയും വലുതായിരുന്നു സിന്ധു നദീതട സംസ്കാരം. ഇനി നമുക്ക് ഈ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാനാണെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിൽ കണ്ടെത്തിയിട്ടുള്ള പ്രധാന വസ്തുവാണ് സീലുകൾ. 1-2 ഇഞ്ച് വലുപ്പം മാത്രമുള്ളവയാണ് മിക്ക സീലുകളും. ഇവയിൽ ഏതെങ്കിലും മൃഗമോ ലിഖിതങ്ങളോ ഒക്കെയാണ് ഉണ്ടാവുക. കാള, കാണ്ടാമൃഗം, മാൻ, ആന തുടങ്ങിയ മൃഗങ്ങളാണ് പൊതുവെ സീലുകളിൽ കാണപ്പെടുന്നത്. ഇതുകൂടാതെ ഒറ്റക്കൊമ്പുള്ള ഒരു മൃഗത്തിൻ്റെ സീലും വ്യാപകമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. യൂണിക്കോൺ സീൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു മിത്തിക്കൽ, അതായത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു മൃഗം മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഭാവനയിൽ നിന്നുമായിരിക്കണം ഈ സീൽ ഉണ്ടായി വന്നിട്ടുള്ളത്. എന്തായാലും ഇത്തരം സീലുകളും വ്യാപകമായിട്ട് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ജാപ്പനീസ് ചരിത്രകാരനായ ടൊഷിക്കി ഒസാഡ ഇന്നത്തെ കാലത്തെ നമ്മുടെ പാസ്പോർട്ടില്ലേ അതുപോലെയൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സംഗതി ആയിരിക്കാം
ഈ സീലുകൾ എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈ സീലുകൾ വ്യാപാര സമയത്ത് ചരക്കുകൾ തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന ടോക്കൺ പോലുള്ള ഒരു വസ്തുവാണ് എന്നും അഭിപ്രായങ്ങളുണ്ട്. മറ്റു ചിലർ പറയുന്നത് നമ്മുടെ ആധുനിക കാലത്തെ ക്രെഡിറ്റ് കാർഡില്ലേ, നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങുമ്പോൾ ക്രെഡിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ, ഇതുപോലെ ഉപയോഗിക്കുന്നവയായിരിക്കാം ഈ സീലുകളെന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ നോക്കിയാൽ ഈ സംസ്കാരത്തിൽ നാണയങ്ങൾ ഉപയോഗിച്ചതിനുള്ള തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ല. രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്ന് ചെമ്പും അതായത് ബ്രോൺസും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തീയവും അതായത് ലെഡും ഗവേഷകർക്ക് ലഭിച്ചിരുന്നു. ഹാരപ്പൻ സംസ്കാരം വെങ്കലയുഗ സംസ്കാരം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. എന്തായാലും സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയും കച്ചവടവും തന്നെയായിരുന്നു. മെസോപ്പൊട്ടോമിയയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടതിനും തെളിവുകളുണ്ട്. ആനക്കൊമ്പ്, തടികൾ, ആഭരണങ്ങൾ, മുത്തുകൾ പോലുള്ള വസ്തുക്കളൊക്കെയാണ് മെസോപ്പൊട്ടോമിയയിലേക്ക് അയച്ചിരുന്നത്. അതിന് പകരമായിട്ട് ചെമ്പ്, വെള്ളി, കമ്പിളി തുണികൾ തുടങ്ങിയ വസ്തുക്കൾ മെസോപ്പൊട്ടോമിയയിൽ നിന്ന് ഇൻഡസ് വാലിയിലേക്കും എത്തിയിരുന്നു. നമ്മളൊന്ന് നോക്കണം, 3000 മുതൽ 5000 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര ബന്ധം പോലും 9000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ മനുഷ്യൻ തുടങ്ങിയതിൻ്റെ സൂചനകളാണ് നമുക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ലഭിച്ചത്. മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മെസോപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിലെ പല ലിഖിതങ്ങളിലും ആയുധമേന്തിയ മനുഷ്യരുടെ രൂപങ്ങൾ കാണാം. എന്നാൽ സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ലിഖിതങ്ങളോ ചിത്രങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിന്ധു നദീതട സംസ്കാരം വളരെ സമാധാന പ്രേമികളായ ജനങ്ങളുടേതാണ് എന്നുള്ള വാദങ്ങളൊക്കെയായിരുന്നു മുൻപുണ്ടായിരുന്നത്. എന്നാൽ മെസോപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിൽ നിന്നും ഇത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോത്തൽ പോർട്ടാണ് അന്നത്തെ കാലത്ത് മെസോപ്പൊട്ടോമിയ, പേർഷ്യൻ ഗൾഫ് എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാരത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത്. മെസോപ്പൊട്ടോമിയയിലെ ശിലാലിഖിതങ്ങളിൽ മെലൂഹ എന്നൊരു പ്രദേശത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മെലൂഹ എന്നത് സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളെ മെസോപ്പൊട്ടോമിയയിലെ ജനങ്ങൾ വിളിച്ചിരുന്ന പേരാണ്. മെസോപ്പൊട്ടോമിയയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ലിഖിതത്തിൽ സാർഗോൺ എന്ന രാജാവിൻ്റെ റിമൂഷ് എന്നു പേരുള്ള മകനെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. സീൽ ഓഫ് റിമൂഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൽ അബാൽഗമാഷ് എന്നു പേരായ ഒരു രാജാവിനോട് ഏറ്റുമുട്ടുന്നതും യുദ്ധത്തിൽ എതിർഭാഗത്ത് മെലൂഹൻസിന് ആർമി ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വാർഫെയർ ഇൻ ദ നിയർ ഈസ്റ്റ് ടു 16,000 BC എന്ന വില്യം ജെ ഹാംലിൻ്റെ പുസ്തകത്തിലും ഈ ലിഖിതത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ യുദ്ധങ്ങളിലും ഏർപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളുടെ ആസൂത്രണമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. 2 ഭാഗങ്ങളായിട്ട് ശരിക്കും നഗരങ്ങളെ നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് താഴ്ന്ന പ്രദേശത്തുള്ള ലോവർ ടൗണും 2 സിറ്റഡൽ എന്നറിയപ്പെടുന്ന ഉയർന്ന പ്രദേശവും. ഈ സിറ്റഡൽ എന്നറിയപ്പെടുന്ന ഉയർന്ന പ്രദേശം ഒരു പക്ഷേ ഭരണവർഗം ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാവാം, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ ഒത്തുകൂടാനായിട്ട് നിർമ്മിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ഇടവുമാവാം. അസംബ്ലി ഹാൾ എന്നറിയപ്പെടുന്ന ഒരു വലിയ നിർമ്മിതിയും ഇത്തരം ഉയർന്ന പ്രദേശത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോവർ ടൗണിനെ നമ്മൾ നോക്കിയാൽ പല പല ബ്ലോക്കുകളായിട്ട് അതിനെ തിരിച്ചത് കാണാം. ഇതിലായിരുന്നു സാധാരണ ജനങ്ങൾ താമസിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ചിലത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റമുറി വീടുകളായിരുന്നു, മറ്റ് ചിലതാവട്ടെ കൂടുതൽ മുറികളും വിശാലമായിട്ടുള്ള മുറ്റവും കിണറും ഒക്കെയുള്ള വലിയ വീടുകളായിരുന്നു. കൂടാതെ എല്ലാ വീടുകൾക്കും ശൗചാലയം ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. ഓരോ ബ്ലോക്കിനെയും വേർതിരിക്കുന്ന റോഡുകളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 2 കാളവണ്ടികൾക്ക് സഞ്ചരിക്കത്തക്ക വീതിയുള്ള അന്നത്തെ കാലത്തെ 2 ലൈൻ റോഡുകളാണ് എന്ന് വേണമെങ്കിൽ ഇവയെ പറയാവുന്നതാണ്. പ്രീ ഹാരപ്പൻ പീരീഡിൽ നമ്മൾ നോക്കിയാൽ മണ്ണുകൊണ്ടുള്ള ഇഷ്ടികകളാണ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മെച്ചുവർ ഹാരപ്പൻ ഫേസിൽ എത്തിയപ്പോഴേക്കും ചുട്ടെടുത്ത ഇഷ്ടികകളാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സാധാരണ മണ്ണിൽ നിർമ്മിച്ച ഇഷ്ടികകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. എന്നാൽ ചുട്ടെടുത്ത ഇഷ്ടികകളായി കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം കയറി പൊതിർന്നു പോയില്ല, മണ്ണ് ഇടിഞ്ഞു പോയില്ല. ഇതേ കാരണം കൊണ്ട് തന്നെ നഗരത്തിന് ചുറ്റും വെള്ളം കയറാതിരിക്കാൻ ഇഷ്ടികകൾ ഉപയോഗിച്ചുകൊണ്ട് തടയിണകളും ഈ ജനങ്ങൾ പണിതിരുന്നു. നഗരത്തിൻ്റെ ഉയർന്ന പ്രദേശവും താഴ്ന്ന പ്രദേശവും ഇങ്ങനെ വ്യക്തമായിട്ട് തന്നെ വ്യത്യസ്തമായിട്ട് വലിയ ഉയരത്തിലുള്ള തടയണകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. സിറ്റഡൽ എന്ന ഉയർന്ന പ്രദേശത്ത് നമ്മൾ നോക്കിയാൽ കൃഷി ചെയ്തിട്ട് അധികം വരുന്ന ധാന്യങ്ങൾ സംരക്ഷിക്കാനുള്ള ധാന്യപ്പുരകളെല്ലാം ഉണ്ടായിരുന്നു. ഗോതമ്പ്, ബാർലി, തിന, എള്ള് തുടങ്ങിയ പയർവർഗ്ഗങ്ങൾ അവിടെ സൂക്ഷിച്ചതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഗവേഷകർ പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ റംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തതിൻ്റെ തെളിവുകളും ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ഇതൊന്നും കൂടാതെ പരുത്തിയും ജനങ്ങൾ കൃഷി ചെയ്തിരുന്നു. ഈ സാധനങ്ങളെല്ലാം കേടുകൂടാതെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ വെള്ളം കയറാത്ത രീതിയിൽ നല്ല അടച്ചുറപ്പുള്ള ധാന്യപ്പുരകൾ വേണം. അതിനുവേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ചുട്ടെടുത്ത ഇഷ്ടികകൾ ആ ജനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. എന്തായാലും മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്തരം ധാന്യ സംഭരണശാലകൾ. ഇത്തരത്തിൽ വെറുതെ സംഭരിച്ച് വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, സംഭരിച്ച് വെച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായിട്ട് കൃത്യമായ അളവുകളും തൂക്കങ്ങളും ആ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല. അളവ്, തൂക്കു ഉപകരണങ്ങളെല്ലാം തന്നെ ഈ സൈറ്റുകളിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്.
അഴുക്ക് ചാലുകളാണ് ഈ നഗരങ്ങളുടെ മറ്റൊരു സവിശേഷത. വീടുകളിൽ നിന്നും മലിനജലം ചാലുകളിലേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്ക് ചാലുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു. ദുർഗന്ധം വമിക്കാതിരിക്കാനും പിന്നെ ഒരു സംരക്ഷണം നൽകാനും ഒക്കെ സ്ലാബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അഴുക്ക് ചാലുകൾ മൂടപ്പെട്ടിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ഇപ്പോഴുള്ള അറിവ് പ്രകാരം ഏതാണ്ട് 9,000-ഓളം വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണെങ്കിലും ഈ അഴുക്ക് ചാലുകളൊക്കെ വലിയ പട്ടണങ്ങളിൽ മാത്രമായിരുന്നില്ല, ചെറിയ പട്ടണങ്ങളിലും ചെറിയ ഗ്രാമങ്ങളിൽ പോലും മികച്ച അഴുക്കുചാൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ മോഹൻജദാരോവിൽ നിന്ന് വലിയൊരു കുളത്തിൻ്റെ ശേഷിപ്പുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ദി ഗ്രേറ്റ് ബാത്ത് എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. അക്കാലത്ത് ജനങ്ങളുടെ നിർമ്മാണ വൈഭവത്തിൻ്റെ ഒരു തെളിവാണിതെല്ലാം. എന്നാലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലൊക്കെ നമുക്കറിയാം, ഫറവോ എന്നറിയപ്പെട്ടിരുന്ന രാജാവിൻ്റെ കീഴിലായിരുന്നു ഒരു സമൂഹം താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്നത്. ഫറവോ മരണപ്പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകം പിരമിഡുകളെല്ലാം നിർമ്മിച്ചുകൊണ്ടായിരുന്നു അടക്കം ചെയ്തിരുന്നതും. എന്നാൽ ഇത്തരത്തിലുള്ള പ്രത്യേക നിർമ്മിതികളൊന്നും തന്നെ സിന്ധു നദീതട സംസ്കാരത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു രാജാവിനെ പോലെ ഒരു ഭരണവർഗം സിന്ധു നദീതട സംസ്കാരത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം സംശയം തന്നെയാണ്. എങ്കിലും മുന്നേ പറഞ്ഞതാണ്, രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്തതിൻ്റെ തെളിവുകളെല്ലാം രാജാവും അടിമവർഗവും പോലുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥ നിലനിന്നതിൻ്റെ സൂചന ഒന്നും തന്നെ നമുക്ക് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല. കാര്യം ഇങ്ങനെയാണെങ്കിലും ചില പ്രതിമകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കിങ് പ്രീസ്റ്റ് സ്റ്റാച്യു എന്നറിയപ്പെട്ട പ്രതിമ നമുക്ക് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് കിട്ടിയിരുന്നു. ഈ പ്രതിമ ഒരു രാജാവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനെ പോലെയോ സൂചിപ്പിക്കുന്ന പ്രതിമയാണ് എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ആ പ്രതിമയിലെ വ്യക്തിയുടെ വേഷവിധാനങ്ങളും ഇരിക്കുന്ന രീതിയും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, സ്പിരിച്വൽ ഫിഗർ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ സ്ഥാനമുള്ള ഒരു വ്യക്തിയുടേതിന് സമാനമായ രീതിയിലാണ് ആ പ്രതിമയിൽ ആ വ്യക്തി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രതിമ അങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ മോഹൻജദാരോവിൽ നിന്ന് കണ്ടെത്തിയ നർത്തകിയുടെ പ്രതിമ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന സംഘങ്ങൾ എന്തായാലും ഹാരപ്പയിൽ ഉണ്ടായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ലിഖിതങ്ങൾ നമ്മൾ നോക്കിയാൽ ഭൂരിഭാഗവും 3, 4, 5 ചിഹ്നങ്ങൾ മാത്രം വരുന്ന ലിഖിതങ്ങളാണ് കണ്ടെത്തിയത്. ഏറ്റവും വലിയ ലിഖിതത്തിൽ തന്നെ 17 ചിഹ്നങ്ങൾ മാത്രമാണുള്ളത്. ഒരുപക്ഷെ സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ നീളമുള്ള ലിഖിതങ്ങൾ എഴുതാൻ കല്ലുകളായിരിക്കില്ല, മറിച്ച് തുണിയോ മരത്തിൻ്റെ തൊലിയോ ഓലയോ ഒക്കെ ആയിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം ഫിന്നിഷ് സ്കോളറായ ആസ്കോ പപ്പോളയും അഭിപ്രായപ്പെടുന്നുണ്ട്. കല്ലുകൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ചുരുക്കി എഴുതാൻ ഉപയോഗിച്ചതാവാമെന്നാണ് അദ്ദേഹവും പറയുന്നത്. ആദ്യം പറഞ്ഞ വസ്തുക്കൾ നമുക്കറിയാം പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. തുണിയാണെങ്കിലും ഓലയാണെങ്കിലും പേപ്പർ പോലുള്ള സാധനങ്ങളാണെങ്കിലും ഒക്കെ കാലങ്ങൾ കൊണ്ട് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് കല്ലിലുള്ള ചെറിയ ലിഖിതങ്ങൾ മാത്രമായിരിക്കാം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇങ്ങനെ പല ലിഖിതങ്ങളിലായിട്ട് ഏകദേശം 400ഓളം ചിഹ്നങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ചിഹ്നവും ഓരോ അർത്ഥമുള്ള വാക്കുകളായിരുന്നിരിക്കണം. ഇതിനെ ലോഗോ സിലബിക് സ്ക്രിപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ചൈനീസ് സ്ക്രിപ്റ്റ് ഇതിനൊരു ഉദാഹരണമാണ്. ഇതിൽ ഓരോ സിമ്പലും അല്ലെങ്കിൽ ഓരോ അക്ഷരവും ഒരു വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലാറ്റിൻ സ്ക്രിപ്റ്റ് പോലുള്ള ആൽഫബറ്റിക്കൽ സ്ക്രിപ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണിത്. ആൽഫബറ്റിക്കൽ സ്ക്രിപ്റ്റിൽ നമുക്കറിയാം ഒന്നിലധികം അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് ഒരു വാക്കുണ്ടാവുന്നത്. അതെല്ലാം മറ്റ് വിഷയങ്ങളാണ്. എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ സിന്ധു നദീതട സംസ്കാരത്തിൽ ഒരു ലിപി നിലവിലുണ്ടായിരുന്നു. പക്ഷേ വായിച്ചെടുക്കാൻ നമുക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ നോക്കിയാൽ ചൈനീസ് സംസ്കാരത്തിൻ്റെ ഭാഷയായാലും മെസോപ്പൊട്ടോമിയ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ലിഖിതങ്ങളായാലും അതെല്ലാം ഡീകോഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. രസകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കാനാണെങ്കിൽ ഈജിപ്തിലെ സ്ക്രിപ്റ്റില്ലേ, അവരുടെ ലിപി, പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിപി, അത് വായിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത് റൊസേറ്റ സ്റ്റോൺ കണ്ടെത്തിയതിന് ശേഷമായിരുന്നു. ഫ്രഞ്ച് ആർമി ഈജിപ്ത് ആക്രമിച്ച സമയത്ത് നൈൽ നദിയുടെ തീരത്ത് റൊസേറ്റ എന്ന് പേരുള്ള ഒരു പട്ടണത്തിൽ അവരെത്തിച്ചേർന്നു. അവിടെ നിന്ന് ഫ്രഞ്ച് അധികാരികൾക്ക് ഒരു ശിലാലിഖിതം കിട്ടി. ഈ ലിഖിതത്തിൽ ഒരേ കാര്യം തന്നെ 3 വ്യത്യസ്ത ഭാഷകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതി വെച്ചതായിരുന്നു. ഗ്രീക്ക് വായിക്കാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ബാക്കി 2 ലിഖിതങ്ങളും അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റി. അങ്ങനെ പുരാതന ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക്സ് എന്ന് പേരുണ്ടായിരുന്ന ലിപി ഡീകോഡ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചു. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ചൈനീസ് ഭാഷ അറിയില്ലെങ്കിലും ചൈനീസ് ഭാഷയിലും അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയും മലയാളം തർജ്ജമയും എല്ലാം ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ചൈനയിൽ എന്തായിരിക്കാം എഴുതിയത് എന്ന് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറ്റുന്നതാണ്. അങ്ങനെ എന്തായാലും ഈ ശിലാലിഖിതം ഒരു ട്രാൻസ്ലേറ്ററായിട്ട് മാറിയെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള ബൈലിംഗൽ ഇൻസ്ക്രിപ്ഷൻസോ ട്രൈലിംഗൽ ഇൻസ്ക്രിപ്ഷൻസോ ഒന്നും തന്നെ സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. ഹാരപ്പൻ ജനതയ്ക്ക് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ മെസോപ്പൊട്ടോമിയുമായിട്ടെല്ലാം വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. മെസോപ്പൊട്ടോമിയിലെ ഭാഷ ഇപ്പോൾ തന്നെ ഗവേഷകർക്ക് അറിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാലഘട്ടത്തിൽ മെസോപ്പൊട്ടോമിയൻ ഭാഷയും സിന്ധു നദീതട സംസ്കാരത്തിലെ ഭാഷയും ചേർന്നെഴുതിയ ബൈലിംഗൽ ട്രാൻസ്ക്രിപ്റ്റ് എങ്ങാനും കിട്ടുകയാണ് എങ്കിൽ
നമുക്ക് ഒരു പക്ഷേ എളുപ്പത്തിൽ സിന്ധു നദീതട സംസ്കാരത്തിലെ ഭാഷ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഭാവിയിൽ അത്തരത്തിലൊരു റൊസേറ്റ സ്റ്റോണിന് വേണ്ടി തന്നെയാണ് ഗവേഷകർ ഇപ്പോഴും കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വായിച്ച സമയത്ത് തോന്നിയൊരു കാര്യം, എന്തായിരിക്കും 9000 വർഷങ്ങൾക്ക് മുന്നെയൊക്കെ നമുക്ക് വേണ്ടി ആ മനുഷ്യർ എഴുതി വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ റൊസേറ്റ സ്റ്റോൺ കണ്ടെത്തുന്നത് വരെ ആ കാര്യങ്ങളെല്ലാം ഒരു നിഗൂഢതയായി തന്നെ തുടരുന്നതാണ്. ഇനി ഹാരപ്പൻ ജനതയുടെ മതപരമായ വിശ്വാസങ്ങളെപ്പറ്റി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഹാരപ്പയിൽ നിന്നും മണ്ണുകൊണ്ടുള്ള സ്ത്രീ രൂപങ്ങൾ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട്. അത് മാതൃ ആരാധനയുടെ ഭാഗമാണ് എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശിവാരാധനയുടെ പുരാതന രൂപമായ പ്രോട്ടോ ശിവ എന്നറിയപ്പെടുന്ന പശുപതി മുദ്രയും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗ മുദ്ര ചെയ്യുന്ന ശിവൻ്റെ രൂപമാണ് അതിനുള്ളത്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗ ചെയ്യുന്ന സീൽ ഉണ്ടാവണമെങ്കിൽ എത്ര കാലം മുന്നേ യോഗ ആരംഭിച്ചിട്ടുണ്ടാവും? ഈ സംസ്കാരത്തിൻ്റെ പഴക്കം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ആയിരിക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഗവേഷകരെ അലട്ടുന്നൊരു ചോദ്യമാണ്, ഇപ്പോഴും നിഗൂഢതയായി നിലനിൽക്കുന്നത് തന്നെയാണ്. ഹാരപ്പൻ ജനതയുടെ മതപരമായ വിശ്വാസങ്ങളിലേക്ക് തിരിച്ചു വരാനാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെത്തിയ വലിയ കുളമില്ലേ, അത് മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഉപയോഗിച്ചതായിരിക്കാമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഗ്രേറ്റ് ബാത്ത് എന്നാണ് മോഹൻജൊദാരോയിലെ ഈ വലിയ കുളം അറിയപ്പെടുന്നത്. സിന്ധു നാഗരികതയുടെ മറ്റൊരു നിഗൂഢമായിട്ടുള്ള രഹസ്യമുണ്ട്. BC 1900 ആവുമ്പോഴേക്കും ഈ നാഗരികത എങ്ങനെയാണ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായി തന്നെ തകർന്നത് എന്നതാണ് ആ ചോദ്യം. 2019 നേച്ചർ എന്ന സയൻസ് റിസർച്ച് മാഗസിനിൽ പ്രസിദ്ധീകരിച്ച പേപ്പർ അനുസരിച്ച് 4200 വർഷങ്ങൾക്ക് മുൻപ് കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴ കുറഞ്ഞു. അത് വർഷങ്ങളോളം തുടർന്നപ്പോൾ വളർച്ച ബാധിക്കുകയും അതുമൂലം അന്നത്തെ കാലത്തെ ജനങ്ങളുടെ ജീവിതമാർഗമായ കൃഷി ദുഷ്കരമായിട്ട് തീരുകയും ചെയ്തു. ഇത് സിന്ധു നദീതട സംസ്കാരത്തെ മാത്രമല്ല, ഈജിപ്ഷ്യൻ മെസോപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. മേഘാലയൻ ഏജ് എന്നാണ് 4200 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. എന്തായാലും വരൾച്ച മൂലം നദികൾ വറ്റുകയും നദികളുടെ കരയ്ക്ക് താമസിച്ചിരുന്ന ജനങ്ങൾ അവിടം വിട്ട് മറ്റൊരിടത്തേക്ക് കുടിയേറാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് പതിയാണ് നടക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളും അതിൻ്റെ തീരത്തുണ്ടായിരുന്ന ഹാരപ്പൻ സെറ്റിൽമെൻറ്റ്സുമാണ്. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഗഗാർ ഹക്ര എന്നറിയപ്പെടുന്ന ഒരു ചെറിയ നദിയാണ്. ഇത് പണ്ട് കാലത്തെ സരസ്വതി നദിയാണെന്നും അഭിപ്രായമുണ്ട്. ഈ സയൻസ് പേപ്പറിലും അങ്ങനെ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് മൺസൂൺ സമയത്ത് മാത്രമേ ഈ നദി ഒരു ചെറിയ രീതിയിലെങ്കിലും ചാല് പോലെയെങ്കിലും ഒഴുകുന്നുള്ളൂ. പണ്ടത്തെ കാലത്ത് ഈ നദി വലിയൊരു നദിയായിരുന്നു എന്ന് ഗവേഷകർ അനുമാനിക്കുന്നുണ്ട്. ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ. ഇതിൽ I എന്നാൽ ഇൻഡസ് നദിയും YG എന്നാൽ യമുന ഗംഗ നദികളുമാണ്. ഈ ചിത്രം നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇൻഡസ് നദിയുടെ കരയിലുള്ളതിനേക്കാൾ കൂടുതൽ സെറ്റിൽമെൻറ്റുകൾ സരസ്വതി അല്ലെങ്കിൽ ഗഗാർ ഹക്ര നദിയുടെ തീരത്തുണ്ട്. ഏർലി ഹാരപ്പൻ ഫേസിലും മെച്ചൂർ ഹാരപ്പൻ ഫേസിലും ഇന്ന് ഗഗാർ ഹക്ര എന്ന മൺസൂൺ നദി ഒഴുകുന്ന സ്ഥലത്ത് അന്നത്തെ കാലത്ത് കൂടുതൽ ജനങ്ങൾ വസിച്ചിരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പിന്നീട് പോസ്റ്റ് ഹാരപ്പൻ പീരീഡ് ആകുമ്പോഴേക്കും സരസ്വതി നദീതീരത്ത് നിന്നും സെറ്റിൽമെൻറ്റുകൾ കിഴക്കോട്ട് മാറി യമുന ഗംഗ നദികളുടെ തീരത്തേക്കായിട്ട് മാറി. ഇവിടെ പോസ്റ്റ് ഹാരപ്പൻ പീരീഡിൻ്റെ സമയത്ത് നോക്കൂ, 3.9 3.5 K എന്ന് കാണാം. എന്ന് വെച്ചാൽ 3900-3500 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1900-1500 BCE കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരൾച്ചയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ആ സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൂടുതൽ വെള്ളമെല്ലാം കിട്ടുന്ന യമുന ഗംഗ നദീതീരത്തേക്കെല്ലാം കുടിയേറിയിട്ടുണ്ടാവാം. കാരണം സരസ്വതി നദി നമുക്കറിയാം ഇപ്പോൾ ഇല്ല. അന്നത്തെ കാലത്ത് ജലസമ്പുഷ്ടമായിട്ടുള്ള നദിയായിരുന്നു. ആ സമയത്ത് അതിൻ്റെ തീരങ്ങളിൽ വസിച്ചിരുന്ന ആളുകൾക്ക് കൃഷി ചെയ്യാനും താമസിക്കാനും ജീവിക്കാനും എല്ലാം ഉള്ള വെള്ളം ആ നദിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ നദി വറ്റി വരളാൻ ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആ തീരം വിട്ട് മറ്റ് തീരങ്ങളിലേക്ക് കുടിയേറി. എന്നാൽ എന്തായിരിക്കാം സരസ്വതി നദി വറ്റി വരളാനുണ്ടായ കാരണം? ടെക്ടോണിക് ഷിഫ്റ്റ് എന്ന പ്രതിഭാസവും ഈ നദി വറ്റിപ്പോകുന്നതിൻ്റെ കാരണമായിരിക്കാമെന്ന് ഇപ്പോൾ കണക്കാക്കുന്നുണ്ട്. ഈ ടെക്ടോണിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലല്ലേ പല പാളികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടെക്ടോണിക് ലെയേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചലനം കൊണ്ടാണ് ശരിക്കും ഭൂകമ്പം ഉണ്ടാവുന്നതും അല്ലെങ്കിൽ സുനാമി ഉണ്ടാവുന്നതും അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ പല സമയത്ത് സംഭവിക്കുന്നതുമെല്ലാം. ഇതൊന്നും കൂടാതെ നദികളുടെ വരൾച്ചയ്ക്കും ഇതൊരു കാരണമായേക്കാം. വേനൽക്കാലത്ത് പോലും ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികൾ സമ്പുഷ്ടമായിട്ട് ഒഴുകാറുണ്ട്. മഴയുടെ ആവശ്യമില്ല. കാരണം എന്താണ്? വേനൽക്കാലത്ത് ഹിമാലയം ഉരുകി വരുന്ന വെള്ളം മാത്രം മതി നദികൾ സമ്പുഷ്ടമായിട്ട് ഒഴുകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ചലനങ്ങൾ മൂലം ഈ ഹിമാലയവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാലോ? നദിക്ക് വേനൽക്കാലത്ത് ഒഴുകാൻ പറ്റില്ല. കാരണം ഹിമാലയത്തിൽ നിന്നും
വെള്ളം കിട്ടില്ല. ഇതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സരസ്വതി നദിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഇതൊന്നും ശരിക്കും വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ലേഖനങ്ങളെല്ലാം അനുസരിച്ച് ആ സമയത്ത്, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാലയളവിൽ ഹാരപ്പൻ സംസ്കാരം എല്ലാം ഇല്ലാതായ ഒരു കാലയളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രതിഭാസം മൂലം ഭൂകമ്പം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത തടസ്സപ്പെടുകയോ ചെയ്തിരിക്കാമെന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. 2019 തന്നെ മറ്റൊരു സയൻസ് റിസർച്ച് പേപ്പറിൽ ഇൻഡസ് വാലിയിൽ നിന്നും ഉണ്ടായ വരൾച്ചയെ തുടർന്ന് കന്നുകാലികൾ, ആനകൾ, എരുമ തുടങ്ങിയ ജീവികൾ പലായനം ചെയ്ത് നിയർ ഈസ്റ്റ് വരെയും എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മെസോപ്പൊട്ടോമിയ, ഈജിപ്ത്, ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ അൻഡോലിയ എന്നീ പ്രദേശങ്ങൾ ചേർന്ന സ്ഥലത്തെയാണ് നിയർ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ അറിയപ്പെടുന്നത്. ഇത്രയും ജീവികൾ എന്തായാലും തനിയെ ഒരുമിച്ച് പലായനം ചെയ്തു പോകാൻ യാതൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരടങ്ങുന്ന സംഘമായിരിക്കാം ഇവരെയും കൊണ്ട് പലായനം ചെയ്തത് എന്ന് വ്യക്തമായിട്ട് ഈ സയൻസ് പേപ്പറിൽ പറയുന്നതും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കൂടാതെ നമ്മൾ നേരത്തെ കണ്ട റിസർച്ച് പേപ്പറിൽ പറഞ്ഞതുപോലെ മേഘാലയൻ ഏജ്, അതായത് 4200 വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു പലായനം ആരംഭിച്ചത് എന്നും ഈ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? 4-5 ഇൻ്റർനാഷണൽ റിസർച്ച് പേപ്പറുകളും അതിലെ തെളിവുകളും കണ്ടെത്തലുകളും ഒക്കെ നോക്കിയാൽ വരൾച്ച തന്നെയായിരിക്കാം സിന്ധു നദീതട സംസ്കാരം നശിച്ചു പോകാനുള്ള കാരണമെന്ന് നമുക്ക് അനുമാനിച്ചെടുക്കാം. വെറുതെ നമ്മൾ ഒരു വരൾച്ച കൊണ്ടാണ് ഈ സിന്ധു നദീതട സംസ്കാരം ഇല്ലാതായത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. എന്നാൽ നമ്മൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ഹാരപ്പൻ ജനത വളർച്ചയുടെ സമയത്ത് കിഴക്ക് ഗംഗ, യമുന തീരത്തേക്ക് മാത്രമല്ല പടിഞ്ഞാറേക്കും പലായനം ചെയ്തിരുന്നു. ഇതെല്ലാം പെട്ടെന്ന് നടന്നൊരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. വരൾച്ച പതിയെ വന്നു, ജനങ്ങളുടെ ജീവിതം ദുഷ്കരമായി തുടങ്ങി. 100-200 വർഷങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ പൂർണ്ണമായും ഈ സ്ഥലങ്ങൾ വിട്ടുപോയത്, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ നിന്നും ഇല്ലാതായി മാറിയത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്താണ് സംഭവിച്ചത്? വളരെ മഹത്തായ വലിയൊരു സംസ്കാരത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടു പോവാനുണ്ടായത്. അപ്പോഴെന്തായാലും സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരു വീഡിയോ പറ്റില്ല, അല്ലെങ്കിൽ ഒരു വീഡിയോ പോരാ എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എങ്കിലും കൂടുതൽ കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മറ്റ് അധ്യായങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ സമഗ്രമായിട്ട് ലഘുവായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചുരുക്കി പറയാനാണ് ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റിൽ എഴുതേണ്ടതാണ്. കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലേക്കൊക്കെ എത്താൻ വേണ്ടി പരമാവധി ഫാമിലി ഗ്രൂപ്പ്സിലേക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ AI നന്നായിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് കമൻറ്റിൽ കൊടുത്ത ലിങ്ക് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 പേർക്ക് ഈ ഹാൻഡ്സ് ഓൺ AI ട്രെയിനിങ് സൗജന്യമാണ്. AI-യുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ട ലിങ്കും കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.